അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ കുട്ടികളെ, അഖീദ പരീക്ഷയ്ക്ക് 4 പാഠങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം ഈമാൻ കാര്യങ്ങൾ. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ. അതെന്തായാലും പഠിക്കണം, കാരണം അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്? എന്തിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 വാക്കുകൾ എഴുതാൻ പഠിക്കണം. വിശ്വാസ എങ്ങനെ ആസ എങ്ങനെ എഴുതാൻ നോക്കുക. അതുപോലെ ര്യ എന്നെങ്ങനെ എഴുതാൻ നോക്കുക. രി എഴുതിയിട്ട് പിന്നെ യ എഴുതണം, പിന്നെ ങ എങ്ങനെ എഴുതാൻ നോക്കുക. അപ്പോൾ ഈ 2 വാക്കുകൾ എഴുതാൻ പ്രത്യേകം പഠിക്കുക. പിന്നെ എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിക്കുക. പിന്നെ ഈ പാഠത്തുനിന്ന് കഴിഞ്ഞ വർഷം വന്ന ചോദ്യമാണ്, അവന് ആദ്യവും അവസാനവും ഡാഷ്. എന്താ ഉത്തരം? ഇല്ലാത്തവനാണ്. അള്ളാഹുവിന് ആദ്യവും ഇല്ല അവസാനവും ഇല്ല. പിന്നെ മറ്റൊരു ചോദ്യമാണ്, അവൻ ഒന്നിനെയും ഡാഷ് ആശ്രയിക്കാത്തവനാണ്. എങ്ങനെ എഴുതാൻ നോക്കുക. ആശ്ര കണ്ടോ, ആശ്രയിക്കാത്തവനാണ്. പിന്നെ ഒരു ചോദ്യം വന്നത്, ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ ഡാഷ്. എന്താണ്? അള്ളാഹു മാത്രമാകുന്നു. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പഠിക്കുക. അതിലേതെങ്കിലും ഒരു ചോദ്യം വരാൻ സാധ്യത 100% ഉറപ്പാണ്. ഇനി നമുക്ക് ഈ വർഷം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറയാം. ഒന്നാമത്തത്, ഈ പാട്ട് വരാൻ സാധ്യത കൂടുതലാണ്, കാരണം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പാട്ട് എല്ലാവരും പഠിക്കണം. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. അപ്പോൾ അത് പഠിക്കാം. അതേപോലെ ഇനി കഴിഞ്ഞ വർഷം ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്, അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും ഡാഷ്. എന്താണ്? കാണുന്നവനും. അപ്പോൾ ഇത് 3 പഠിക്കുക. അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. പിന്നെ അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് 3 വാചകം എഴുതുക എന്ന് പറയും. അള്ളാഹുവിൻ്റെ വിശേഷണം 3 എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. പിന്നെ ആദ്യവും അവസാനം ഇല്ലാത്തവനാണ്. അവന് കൂട്ടുകാരനില്ല. പിന്നെ ഈ ലോകങ്ങൾ മുഴുവനും പടച്ചതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ്. അവൻ ഒരുവനാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹിനെ കുറിച്ച് നമുക്ക് എഴുതാൻ കിട്ടണം. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു ചോദ്യം എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷം ചോദിക്കാത്തതുകൊണ്ട്. അതായത്, അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല. നമുക്ക് അതിനെല്ലാം പരിധിയും പരിമിതിയും ഉണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും നമ്മുടെ കാഴ്ചയും കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതേണ്ടത്? അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല. പഠിച്ചില്ലേ? അള്ളാഹുവിൻ്റെ കാഴ്ചക്കും കേൾവിക്കും അറിവിനും പരിധിയും പരിമിതിയും ഇല്ല. 2 പഠിക്കുക. എന്നാൽ നമുക്കതിനെല്ലാം പരിധിയുണ്ട്. അത്രേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അടുത്ത പാഠമാണ് മലക്കുകൾ. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ പാഠത്ത് നിന്ന് വന്ന ചോദ്യങ്ങളൊന്ന്, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തത് ഏത്? എന്താ ഉത്തരം? മലക്കുകളിൽ വിശ്വസിക്കലാണ്. അടുത്ത ചോദ്യം, ആരാണ് മലക്കുകൾ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഇവിടെ പഠിക്കേണ്ട 2 വാക്ക്, ഒന്ന് പ്രകാശം. എങ്ങനെ എഴുതുക? അതാണ് പ്രകാശം. അതേപോലെ സൃഷ്ടിക്കപ്പെട്ട എങ്ങനെ എഴുതുക? 3 സുക്കൂന് വേണം. കണ്ടോ? സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക. അങ്ങനെ പ്രത്യേക എഴുതുക? പിന്നെ പിന്നെ യാക്ക് ടിക്കിട്ട് കൊടുക്കണം. പിന്നെ ഒരു യാം കൂടി വേണം. പ്രത്യേക. സ്പെല്ലിങ് നന്നായി മനസ്സിലാക്കണം. ഒരു അക്ഷരം തെറ്റി ഞങ്ങളെ മാർക്ക് പോകും. അപ്പോൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. പിന്നെ ഈ പാഠത്തിന് ചോദ്യം വന്നത് ഈ ബോക്സ് ആണ്. കഴിഞ്ഞ വർഷം വന്ന ചോദ്യം ഈ ബോക്സിൽ കഴിഞ്ഞ വർഷം വന്ന ഒന്ന്, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ജോലി എന്താണ്? എന്താ ജോലി? സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ. അപ്പോൾ നമ്മൾ ഓരോ മലക്കിന്റെ പേരും അവരുടെ പണിയും നമ്മൾ പഠിക്കണം.
അതുപോലെ ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. റഖീബ് അതീദ് അലൈഹിസ്സലാം നന്മ തിന്മ എഴുതൽ. കഴിഞ്ഞ വർഷം വന്ന ചോദ്യം എന്തായാലും നന്നായി പഠിക്കുക. മാലിക് അലൈഹിസ്സലാം നരകം കാക്കൽ, റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കൽ. അതൊക്കെ ഈ വർഷം വരാൻ സാധ്യത കൂടുതലാണ്. നന്നായി പഠിക്കുക. മാലിക് അലൈഹിസ്സലാം നരകം കാക്കൽ, റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കൽ. പഠിച്ചില്ലേ? പിന്നെ അസ്രായിൽ അലൈഹിസ്സലാം റൂഹുകളെ പിടിക്കൽ. റെഡിയല്ലേ? അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം വന്നത്. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറയാം. ഈമാൻ കാര്യങ്ങൾ രണ്ടാമത്തെ മലക്കുൽ നമ്മൾ പറഞ്ഞു. പിന്നെ മലക്കുകളെ കുറിച്ച് എഴുതാൻ പറയും. അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? മലക്കുകളെ കുറിച്ച് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. മലക്കുകളെ കുറിച്ച് 3 എഴുതാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മലക്കുകളെ കുറിച്ച് എഴുതുക? അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല, ഒക്കെ ഇല്ല എന്നാണ്. ക്ഷീണമോ മടിയോ അവർക്കില്ല. അപ്പോൾ ഈ 4 നന്നായി പഠിക്കുക. അതായത് മലക്കുകളെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇത് പൂരിപ്പിക്കാൻ പറയും. രണ്ടാലൊന്ന് വരും. അപ്പോൾ അവർക്ക് അന്നപാനീയങ്ങൾ ഡാഷ് ആവശ്യമില്ല. എങ്ങനെ എഴുതാൻ നോക്കുക? ആവശ്യമില്ല. ക്ഷീണമോ എങ്ങനെ എഴുതാൻ നോക്കുക? ക്ഷീണമോ മടിയോ അവർക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് അവർ സ്ത്രീ അല്ല പുരുഷനല്ല. അപ്പോൾ അത് ആദ്യം പഠിക്കുക. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. പിന്നെന്താണ്? രാത്രിയാകുമ്പോൾ ഉറങ്ങലല്ലേ? അതില്ല അവർക്ക്. അപ്പോൾ അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. പിന്നെ തിന്നലും കുടിക്കലില്ല, അതുമില്ല അവർക്ക്. അന്നപാനീയങ്ങൾ ആവശ്യമില്ല. പിന്നെ അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവരാണ് ആര്? മലക്കുകൾ. പിന്നെ അവരുടെ എണ്ണം ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ച 10 മലക്കുകളാണ്. പ്രധാനമായ 10 മലക്കുകളാണ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. അതിന് പുറമെ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ പണി. എന്താ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ പണി? അംബിയ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കൽ. അല്ലെങ്കിൽ ഇത് തരും, അംബിയ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കൽ എന്ന് ചോദ്യം തരും. അത് ഏത് മലക്കാന്ന് പറയേണ്ടി വരും? ജിബ്രീൽ അലൈഹി ഇസ്ലാം. മറ്റൊന്ന് പഠിക്കണം അസ്രായിൽ അലൈഹി ഇസ്ലാം, റൂഹുകളെ പിടിക്കൽ. അപ്പോൾ ഒന്ന് ഇത് തന്നിട്ട് ഇത് എഴുതാൻ, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇത് എഴുതാൻ വരും. അപ്പോൾ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മളെ റൂഹ് പിടിക്കാൻ വരുന്ന ഒരു മലക്കുണ്ട്. ആ മലക്കിൻ്റെ പേര് ആദ്യം ഓർത്ത് നോക്കുക. അസ്റായീൽ. അസ്രായിൽ അലൈഹിസ്സലാം. റൂഹുകൾ പിടിക്കൽ. മലക്കുൽ മൗത്ത് അസ്റായിൽ. പാട്ട് കേട്ടില്ല നിങ്ങൾ? അപ്പോൾ അസ്രായിലാണ് ആര്? മലക്കുൽ മൗത്ത്, അഥവാ മരണത്തിന്റെ മലക്ക്. അഥവാ മരിക്കുമ്പോൾ നമ്മൾ റൂഹ് പിടിക്കുന്ന മലക്ക് ആരാണ്? അസ്രായിൽ അലൈഹിസ്സലാമാണ്. പിന്നെ മറ്റേ സൂറെന്ന കാലത്തിൽ ഊതുന്ന മലക്കിൻ്റെ പേര് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോൾ ഇത് ചോദിച്ചാൽ ഇത് കിട്ടണം, ഇത് ചോദിച്ചാൽ ഇതും കിട്ടണം. രണ്ടും സെറ്റായിരിക്കണം. മീക്കായിൽ അലൈഹിസ്സലാമാണ് ഇപ്പോൾ നമ്മളെ മഴക്കാലത്താണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഇടി, മിന്നി, മഴ, കാറ്റ്, റിസ്ക് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണ് മീകായിൽ അലൈഹിസ്സലാം. എഴുതുന്ന സ്പെല്ലിങ് നോക്കണം കേട്ടോ. പിന്നെ ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കാരാണ് മുങ്കർ നക്കീർ അലൈഹിസ്സലാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ മരിപ്പിക്കാനൊരു മലക്കുണ്ട്, നമ്മളെ ഖബറിൽ ചോദ്യം ചെയ്യാനൊരു മലക്കുണ്ട്, നമ്മളെ നന്മയും തിന്മയും എഴുതാനൊരു മലക്കുണ്ട്. ഇതിനൊക്കെ മലക്കുകളുണ്ട്. ഈ ലോകം അവസാനിക്കുമ്പോൾ ഒരു കാഹളത്തിൽ ഊതണം, അതിനൊരു മലക്കുണ്ട്. ഈ ലോകത്ത് മഴ, ഇടി, അതൊക്കെ കാറ്റൊക്കെ എന്ത് ചെയ്യണം? ഇടി, മണ്ണും കാറ്റിലൊക്കെ അതൊക്കെ ഉണ്ടാക്കണമെന്ന് ഒരു മലക്കുണ്ട്. അങ്ങനെ കുറേ മലക്കുകളെ പേരപ്പം നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇതാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരും. തഫ്സീലു അശിരിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റായിലു. ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം വരാൻ സാധ്യത കൂടുതലാണ്. മുങ്കർ നകീറും വാറഖീബും വകദ അതീദു മാലികും വറിദ്വാനുൻ ഖുദാ. ഇതെല്ലാവരും നന്നായി പഠിക്കട്ടോ. അടുത്തത് 3ാമത്തെ പാഠം കിതാബുകൾ. ഈ പാഠത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇതാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ ആരും പരീക്ഷയ്ക്ക് പോകണ്ട. അത് ഈ കൊല്ലം ചോദ്യം വരും, എന്തായാലും വരും, ഒരു സംശയമില്ല. ഇത് ഈ പെട്ടി എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇത് പെട്ടിയായി ചോദിക്കാം, അല്ലെങ്കിൽ പെട്ടിയല്ലാതെ ചോദിക്കാം. അപ്പോൾ ഇവിടെ നബിൻ്റെ പേര്, ഇവിടെ കിതാബിൻ്റെ പേര്, ആ ഭാഷ അതായതുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം. എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കിതാബിൻ്റെ പേര്? തൗറാത്ത്. എന്താ തൗറാത്തിൻ്റെ ഭാഷ? തൗറാത്ത് ഇബ്രാനി ഹിബ്രു. കണ്ടില്ലേ? ഇവിടെ ഉണ്ട് ഭാഷന്റെ പേര്. ഇതാ തൗറാത്ത് ഇബ്രാനി ഹിബ്രു. ഭാഷ ഏതാണ്? ഇബ്രാനി. ഇബ്രാനി എഴുതിയാലും മതി, അല്ലെങ്കിൽ ഹിബ്രു എഴുതിയാലും മതി. അപ്പോൾ പഠിച്ചു. ഇനി സബൂർ എന്നുള്ള കിതാബ് ഏത് നബിക്കാ കിട്ടിയത്? ദാവൂദ് അലൈഹിസ്സലാം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം സബൂർ ഏതാ ഭാഷ പറയണം. ഇതാ യൂനാനി ഗ്രീക്ക്. കണ്ടോ? യൂനാനി ഗ്രീക്ക്. അടുത്തത് പിന്നെ സുരിയാനിയാണ്. അപ്പോൾ അതെന്താ? ഇഞ്ചീല് അല്ലേ? കിതാബിന്റെ പേര് ഇഞ്ചീല്. ആരാ? ഈസാ അലൈഹി സ്വലാം. അപ്പോൾ ഈസാ അലൈഹി സ്വലാം ഇഞ്ചീല് സുരിയാനി. അടുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അറിയാം. ഖുർആന് അറബി. ഇതാരും പഠിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള 3 പഠിച്ചാൽ മതി. മൂസാ അലൈഹി സ്വലാം തൗറാത്ത് എല്ലാവർക്കും അറിയാം. ഇനി ഭാഷ ഇവിടെ പഠിക്കേണ്ടുള്ളൂ. ഭാഷ ഏതാണ്? മൂസാ അലൈഹി സ്വലാമിന്റെ തൗറാത്തിന്റെ ഭാഷ ഏതാണ്? ഇബ്രാനി ഹിബ്രു, മറ്റേത് യൂനാനി ഗ്രീക്ക്, പിന്നെ
ഇഞ്ചീൽ സുരിയാനി, ഇഞ്ചീൽ സുരിയാനി. അതാണ് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം വന്ന ചോദ്യം അതാണ്. ഇനി നമുക്ക് ഈ വർഷം വരാൻ സാധ്യതയുള്ള ചോദ്യം നോക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം എന്താണ് ചോദ്യം വരും. എന്താണ്? ഇഹപര വിജയമാണത്. പഠിക്കെല്ലാവരും, ഇഹപര വിജയമാണ്. പിന്നെ ഇനി ഇഹപര വിജയത്തിന് എന്താ വേണ്ടത്? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. ഇഹപര വിജയം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. പിന്നെ എന്താണ് കിതാബുകൾ? പഠിക്കുക. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് വിശ്വസിക്കണം. ഏതിനെ? അള്ളാഹുവിൻ്റെ കിതാബുകളെ. അടുത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളെ എന്തായി വിശ്വസിക്കണം? കലാമാണെന്ന്. പഠിക്കുക, കലാമാണെന്ന്. അപ്പോൾ കിതാബ് എന്താണ് പഠിച്ചില്ല എല്ലാവരും? എന്താണ് അള്ളാഹുവിൻ്റെ കിതാബ് പറഞ്ഞാൽ? അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ. എങ്ങനെ ഗ്രന്ഥങ്ങൾ എഴുതാ പഠിക്കുക. അടുത്തത്, എത്ര കിതാബ് അള്ളാഹു ഇറക്കിയത്? 4 കിതാബും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. അത് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ 4 കിതാബും 100 ഏടും. ഈ കിതാബൊക്കെ ആരിലൂടെയാണ് ഇറക്കിയത്? പ്രവാചകരിൽ കൂടിയാണ് അവ ലഭിച്ചത്. പ്രവാചകരിൽ കൂടി. പിന്നെ അതിൻ്റെ വിശദീകരണം, അപ്പോൾ കിതാബുകളുടെ വിശദീകരണം നൽകിയത് ആരാണ്? പ്രവാചകന്മാർ തന്നെയാണ്. പഠിച്ചില്ലേ? അപ്പോൾ ഈ പാഠം പഠിച്ചു. ഇനി ലാസ്റ്റ് പാഠം അൽ ഫുർഖാനുൽ അലീം. ഈ പാഠത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, ഖുർആൻ ഇറക്കപ്പെട്ടത് എത്ര വർഷം കൊണ്ടാണ്? ഉത്തരം വളരെ സിമ്പിളാണ്, 23 വർഷം കൊണ്ട്. അടുത്തത്, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും. അതായത് ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്, അതുവരെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും ഉള്ളതാണെന്ത്? ഖുർആന്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്കും, അത് മുഴുവൻ ജനങ്ങൾക്കും ഉള്ളതാണ് മാർഗനിർദ്ദേശമാണെന്ത്? ഖുർആൻ. പിന്നെ കഴിഞ്ഞ വർഷം വന്ന ചോദ്യം ഇതാണ്, ഇന്നാ നഹ്നു പൂരിപ്പിക്കാൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അത് കാണാൻ പഠിക്കുക. എന്താണ്? നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം ആണ് സംരക്ഷിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, പിന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ഡാഷ് എന്താണ്? ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് പഠിക്കുക, ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു. അടുത്ത്, ഖുർആനോട് കാണിക്കേണ്ട മര്യാദകൾ. ഖുർആനിനെ നാം ബഹുമാനിക്കണം, അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. പിന്നെ ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാല് നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. പിന്നെ നിയമാനുസൃതമല്ലാതെ അതിനെ ഓതാനും പാടില്ല. അത് നാം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് എന്ത്? ഒരു ചോദ്യം ഞാനീ പൂരിപ്പിക്കാൻ പറഞ്ഞത്, അതായത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ഡാഷ് എന്താണ്? ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു. അത് നന്നായി പഠിക്കണം. പിന്നെ ഖുർആനോട് കാണിക്കേണ്ട അദബുകൾ 4 എണ്ണം എഴുതുക, 3 എണ്ണം എഴുതുക, 2 എണ്ണം എഴുതുക, അങ്ങനെ ചോദ്യം വരാം. അപ്പോൾ ഖുർആനെ നാം ബഹുമാനിക്കണം, അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. പിന്നെ ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാല് നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. പിന്നെ ഇവിടെ പഠിക്കേണ്ടത്, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? വളരെ ഉത്തരമാണ് പരിശുദ്ധ ഖുർആൻ. ഏതാ ഉത്തരം? പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഇറക്കിയ കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? പരിശുദ്ധ ഖുർആൻ. അത് നബി തങ്ങൾക്കാണ് ഇറക്കിയതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണത്. മറ്റു കിതാബുകളെല്ലാം, ഇനി ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ഗൾഫിലെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം വന്നു തോന്നുന്നു. മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ്. പഠിച്ചു വെച്ചോളൂ, മറ്റു കിതാബുകളെല്ലാം ഡാഷ് എന്താണ്? ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ്. പഠിച്ചില്ലേ? ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ്. പിന്നെ അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകൾ നടത്തി. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരും. അവരുടെ ജനത എന്താ ചെയ്തത്? പല മാറ്റത്തിരുത്തലുകളും നടത്തി. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല. ഇതും കാണാതെ പഠിക്കുക. പരിശുദ്ധ ഖുർആൻ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയില്ല. ഇപ്പോൾ ഇവിടെ മുതൽ അവരുടെ ജനത അവയിൽ ഡാഷ്
പല മാറ്റത്തിരുത്തലുകളും നടത്തി. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയില്ല. പരിശുദ്ധ ഖുർആൻ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയില്ല. പഠിച്ചില്ലേ? അപ്പോൾ ഇതാണ് 4 പാഠങ്ങൾ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കുക. ഇത്രയേ ഉള്ളൂ. അഖീദ വളരെ സിമ്പിളാണ്. പ്രധാനമായിട്ട് എഴുതാൻ പഠിക്കുക. പിന്നെ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളാണ് ഞാൻ എഫ് എഴുതി അടയാളപ്പെടുത്തിയ ചോദ്യങ്ങൾ. അത് നിർബന്ധമായും പഠിക്കണം. കാരണം അതിൽ നിന്ന് ചോദ്യം ഉണ്ടാകും, ഉറപ്പാണ് ആ കാര്യം. അതിന് പുറമെ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.